അങ്ങനെ ഇന്ന് ഒരു ദിവസം കൂടി നിങ്ങളോട് ദൈവം തന്നൊരാലോചന അറിയിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വലിയ കൃപാകടാക്ഷം നിങ്ങൾ ഓരോരുത്തരും മേൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം പ്രാരംഭമായിട്ട് ഞാൻ പറയട്ടെ. നിങ്ങൾക്കെന്തെങ്കിലും പാരമ്പര്യ വിഷയമുണ്ടെങ്കിൽ, നിങ്ങൾക്കെന്തെങ്കിലും നിങ്ങളെക്കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നത്തിലായിപ്പോയി എന്ന് തോന്നുന്നെങ്കിൽ, ഒരു കാര്യം ഏറ്റവും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, വെപ്രാളം പിടിച്ച് നാല് ദിക്കിലേക്കും പായരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരിടത്തിരുന്ന് ദൈവത്തെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അതിന് ശരിക്കും മറുപടി എവിടെ നിന്ന് ലഭിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് സാവധാനം ചുവട് കളിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്തേണ്ട സ്ഥാനത്തെത്തും, പരിഹാരം ലഭിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും അതേക്കുറിച്ചൊരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം വായിക്കട്ടെ. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പുകൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. എല്ലാവർക്കും നല്ലോണം അറിയാവുന്ന ഒരു ദൈവവചന ഭാഗമാണിത്. ഏകദേശം ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ് തിരുവചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഒത്തിരി എലീശയുടെ അടുക്കൽ തൻ്റെ ശിഷ്യന്മാരുടെ ഭാര്യമാരിലൊരാൾ, അതായത് അനേക ശിഷ്യന്മാർ തനിക്കുണ്ട്, അവരിൽ ഒരു ശിഷ്യൻ്റെ ഭാര്യ ഓടിച്ചെന്ന് ഒരു സഹായത്തിന് അഭ്യർത്ഥന നടത്തുകയാണ്. അവർ പറയുന്നത്, എൻ്റെ ഭർത്താവ് നിന്റെ ദാസനായിരുന്നു, അവൻ യഹോവ ഭക്തനായിരുന്നു, അവൻ മരിച്ചുപോയി, അത് നീ അറിയുന്നു. എന്നാൽ ഇപ്പോൾ ഒരു പ്രശ്നത്തിലാണ് ഞാൻ. എനിക്ക് വേറെ വരുമാനമൊന്നുമില്ല എന്ന് അങ്ങേക്കറിയാം. എൻ്റെ പ്രശ്നം ഇതാണ്, ഞാനിപ്പോൾ വലിയ കടഭാരത്തിലാണ്. കടം വീട്ടാൻ യാതൊരു മാർഗവും എൻ്റെ പക്കലില്ല. തന്നെയുമല്ല, എൻ്റെ മക്കളെ കടക്കാർ പിടിച്ചു കെട്ടിക്കൊണ്ടു പോകാൻ ഭാവിക്കുന്നു. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. ചില ആളുകളുടെ അടുക്കൽ നമ്മൾ പരിഹാരത്തിന് ചെന്നാലുള്ള കുഴപ്പം തോന്നറിയാവും. അവർ എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് പറഞ്ഞു തരുമെന്നുള്ളത് ശരി തന്നെയാണെന്ന് വെച്ചു. എന്നാൽ നമ്മുടെ ശേഷിപ്പുള്ള കാലം മുഴുവൻ ഇടയ്ക്കിടെ അവരെ ചെന്ന് കാണത്തക്ക നിലകളിലുള്ള എന്തെങ്കിലും ഒരു കാര്യം അവർ ഇതിനിടയ്ക്ക് ഒപ്പിച്ചു വെക്കും. ചില ഡോക്ടർമാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില എല്ലാ ഡോക്ടർമാരും തന്നെ അങ്ങനെ തന്നെയാണ്. അവർ മോശക്കാരാണെന്നല്ല പറയാൻ വരുന്നത്. ഞാൻ ഈ അടുത്തിടെ ഒരു പ്രഗത്ഭനായ ഡോക്ടറെ, അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതി അറിഞ്ഞുകൊണ്ട് ഞാൻ ആസ്പത്രിയിൽ ചെന്നു. ആസ്പത്രിയിൽ ചെന്നപ്പോൾ ഒരു വലിയ നീണ്ട ക്യൂ ആണ് അദ്ദേഹത്തെ കാണാനായിട്ട് കാത്തിരിക്കുന്നത്, നീണ്ട ക്യൂ. എന്നാൽ അവിടെ ഇരിക്കുന്ന പല രോഗികളുടെയും കയ്യിൽ ഒരു കെട്ട് പ്രിസ്ക്രിപ്ഷൻ്റെ പേപ്പറുകളായിരിക്കുന്നത്. ഡോക്ടർ പ്രഗത്ഭനാണെങ്കിൽ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് മരുന്ന് വാങ്ങി രോഗം സൗഖ്യമായി ഇനി വരണ്ടെന്ന് പറഞ്ഞ പോരായോ? ഇവരങ്ങനെയല്ല പലരും. ഇവർ പിന്നെയും ഒരു ഫോളോ അപ്പിന് വേണ്ടി നമ്മളെ ഇങ്ങനെ വിടാതെ ഒരു 30 ദിവസത്തെ മരുന്ന് തരും, അത് കഴിഞ്ഞിട്ട് വാ എന്ന് പറയും. നമുക്ക് പേടിയല്ലേ, നമ്മൾ സാധാരണക്കാരല്ലേ, പേടിച്ച് നമ്മൾ വീണ്ടും ചെല്ലും. 30 ദിവസം കഴിയുമ്പോൾ 30 ദിവസം കഴിയുമ്പോൾ ചെല്ലുന്നുണ്ട്, എല്ലാം ഒന്ന് പരിശോധിച്ചിട്ട് വേണേൽ പുതിയൊരു ടെസ്റ്റ് കൂടെ തരും. ഇപ്പോൾ അങ്ങനെയൊക്കെയാ എല്ലാവരും അല്ല കേട്ടോ. അപ്പോൾ ആ ടെസ്റ്റ് കഴിയുന്നുണ്ട് പറയും, ഇതിനൊരു കാര്യം ചെയ്യും, ഒരു 15 ദിവസത്തെ മരുന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ ആ കണ്ട രോഗികളിൽ ചിലരൊക്കെ 10 വർഷവും 15 വർഷവുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ചികിത്സയില്ല. ഈ ഡോക്ടർ നല്ല ഡോക്ടറാണ്, പ്രശസ്തനാണ്, അദ്ദേഹം തരുന്ന മരുന്നെല്ലാം ഫലിക്കും, ഇതെല്ലാം കറക്റ്റാണ്. പക്ഷേ എങ്കിലും ഇവരുടെ അടുക്ക ചെന്ന് പെട്ടുപോയെങ്കിൽ പിന്നെ നമുക്ക് ജീവിതകാലം മുഴുവൻ ഒന്നിനു പിറകെ ഒന്നായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. എന്നാൽ വ്യത്യസ്തനായ ഒരു ഡോക്ടറെ ഞാൻ ഈ അടുത്ത സമയത്ത് പരിചയപ്പെട്ടു. വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയാം. അദ്ദേഹം തൻ്റെ അടുക്ക് വരുന്ന രോഗികളെ നാളെയും വരണം എന്നുള്ള നിലയിലല്ല, വിശദമായി പരിശോധിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അദ്ദേഹം പറയും, ഇതിന് നിങ്ങൾ ഇന്ന പോലെ ചെയ്താൽ മതി, ഇതിന് നിങ്ങൾ ഇന്ന പോലെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ സാധാരണ എല്ലാവരും പറയുന്ന പോലെ ഞാൻ നിങ്ങളെ നാളെ വാ മറ്റന്നാ വാ ഒന്നും പറയത്തില്ല. ചിലപ്പോൾ നമുക്കതൊരു നിരുത്സാഹപ്പെടുത്തലായിട്ട് തോന്നിപ്പോകും. എങ്കിലും അദ്ദേഹം പറയുന്നത് വാക്കുകൾ വാസ്തവമാണ്, അത് കറക്റ്റ്. അതായത് അദ്ദേഹത്തിന് നമ്മളെ വീണ്ടും വീണ്ടും വരുത്തിയിട്ട്
ഒന്നും നേടാനില്ല. കാരണം തനിക്കറിയാം താൻ ഒരു നല്ല ഡോക്ടറാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇയാളല്ലെങ്കിൽ മറ്റൊരു രോഗി എന്നെ തേടിയെത്തും. കാരണം എനിക്ക് വൈദ്യം അറിയാം, അല്ലെങ്കിൽ ഡയഗ്നോസിസ് ചെയ്തിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാൻ എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് രോഗിക്ഷാമം ഉണ്ടാകത്തില്ല എന്നറിയാവുന്നത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ നിലയിൽ ആ സമൂഹം അത് പോട്ടെ. ഏതായാലും പ്രവാചകൻ എലീശ തൻ്റെ അടുക്കൽ സഹായത്തിന് വന്ന ആ സഹോദരിയോട്, അല്ലെങ്കിൽ ആ വാത്സല്യ മാതാവിനോട് വളരെ അനുകമ്പയോടെ ഇടപെട്ടിട്ട് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് പരിഹാരം പറഞ്ഞ് അവരെ വീട്ടിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. നോക്കണേ, നമ്മുടെ പ്രശ്നത്തിന് യേശു കർത്താവിൻ്റെ അടുക്കൽ ഒരു ശാശ്വത പരിഹാരമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേട്ടിട്ട് പ്രാർത്ഥിക്കൂ. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ സഹായിക്കും. അടുത്ത ദിവസം നമുക്കിത് തുടർന്ന് കേൾക്കുമ്പോൾ എലീശ പ്രവാചകൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ കർത്താവിന് ആഗ്രഹിക്കുന്നു. ഇന്ന് നിർത്തുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയമക്കൾക്കാട്ടും സ്തോത്രം. ഞങ്ങളോട് കരുണ കാണിക്കണമേ. അങ്ങയുടെ പക്കൽ ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവമായി അങ്ങയെ തേടിയെത്തുന്ന ആരെയും അങ്ങ് നിരുത്സാഹപ്പെടുത്തുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല, ആവശ്യമായ പരിഹാരം നൽകുന്ന ദൈവമാണ്. ഈ വചനം ശ്രവിക്കുന്ന ഏതെങ്കിലും മക്കൾ ആവലോടെ അവരുടെ വിഷയങ്ങൾ അങ്ങയുടെ മാതപീഠത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ മറുപടി നൽകി അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിനെ അടുത്ത ദിവസം കാണാം.